മണിപ്പൂരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. സമാധാന പ്രവർത്തനങ്ങളും വിലയിരുത്തും. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം സൈന്യം നടപടികൾ ശക്തമാക്കിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, മണിപ്പൂരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ്. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പ്രധാനമായും വിലയിരുത്തുക? രോഹിണി, ആഭ്യന്തര മന്ത്രാലയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ആരംഭിച്ചിരിക്കുകയാണ്. അമിത്ഷാ ഒപ്പം മണിപ്പൂർ ഗവർണർ അജയ് ബെല്ല, കൂടാതെ ചീഫ് സെക്രട്ടറി, ഉന്നത ഉദ്യോഗസ്ഥർ, ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ സൈനിക ഉദ്യോഗസ്ഥരുമാണ്, മുതിർന്ന ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച് നടപടികൾ ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് ആഭ്യന്തര മന്ത്രാലയം മണിപ്പൂരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷാ നടപടികൾ, ഒപ്പം മുൻപോട്ടുള്ള നടപടികളും സമാധാന നീക്കങ്ങൾ ഇവ സംബന്ധിച്ച് വിശദമായ ചർച്ചയും വിലയിരുത്തലും യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം കടുത്ത സൈനിക നടപടികൾ, സൈന്യത്തിന്റെ നേരിട്ടുള്ള ഇടപെടലും സുരക്ഷാ ക്രമീകരണങ്ങളും മണിപ്പൂരിലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി അക്രമ സംഭവങ്ങളിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടായി. അക്രമകാരികൾ ആയുധം വെച്ച് കീഴടങ്ങുന്ന സംഭവങ്ങളുണ്ടായി. അത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സൈന്യവും മണിപ്പൂരിൽ ആയുധമെടുത്ത അക്രമത്തിനിറങ്ങിയവർക്ക് ആയുധം വെച്ച് കീഴടങ്ങാൻ മാർച്ച് 6 വരെയാണ് സമയം നൽകിയിട്ടുള്ളത്. സൈന്യത്തിന്റെ കൃത്യമായ മുന്നറിയിപ്പ് മണിപ്പൂരിൽ മുഴങ്ങുന്നുണ്ട്. അതായത് മാർച്ച് 6 വരെ സമയമുണ്ട്. അതിനുള്ളിൽ ആയുധം വെച്ച് കീഴടങ്ങണം, അതല്ലെങ്കിൽ ശക്തമായ സൈനിക നടപടികൾ ഉണ്ടാകും. ആയുധം എടുത്തുകൊണ്ട് ജനങ്ങളുടെ സമാധാനം തകർക്കാൻ ഇറങ്ങുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പോടു കൂടിയാണ് സൈനിക നടപടികൾ മണിപ്പൂരിൽ പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ അക്രമ സംഭവങ്ങളിൽ വലിയ കുറവുണ്ട്. അക്രമകാരികൾ ആയുധം വെച്ച് കീഴടങ്ങുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് മുൻപോട്ട് ഏത് രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം, എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം, സമാധാന പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ ശക്തിപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അക്കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത്തരത്തിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഇത്തരത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകൾ, ഇന്റേണൽ പ്രശ്നം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ, ഇവയിലെ ഓരോ സംസ്ഥാനങ്ങളെയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി തുടർച്ചയായ യോഗങ്ങളാണ് ഇപ്പോൾ അമിത്ഷാ വിളിച്ചു ചേർക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഡൽഹിയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. അതിന് സമാനമായാണ് ഇന്നിപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നത്. മണിപ്പൂർ ഗവർണർ അജയ് ബെല്ല, കൂടാതെ ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മണിപ്പൂരിൽ നിലനിൽക്കുന്ന മെയ്തി, കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷം, അത് മുതലെടുക്കുന്നതിനും സംഘർഷം വ്യാപിപ്പിക്കുന്നതിനും ഉണ്ടായിട്ടുള്ള വിഘടനവാദികളുടെ ഇടപെടൽ, രാജ്യത്തിന് പുറത്തു നിന്നുള്ള വിഘടനവാദ ശക്തികളുടെ ഇടപെടൽ, ഇവയെല്ലാം തന്നെ തുടർച്ചയായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗിന്റെ രാജിയോടുകൂടിയാണ് മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുന്നത്. ഈ കഴിഞ്ഞ മാസം 13-ന് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് പിറകെ കർശനമായ സൈനിക നടപടികൾ, പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ശക്തമായിട്ടുള്ള നിയമ നടപടികൾ മണിപ്പൂരിൽ സ്വീകരിക്കുകയും ചെയ്തതിന് പിറകെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനും ഒപ്പം സമാധാന പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് പരിശോധിക്കുന്നതിനും മുൻപോട്ട് മണിപ്പൂരിൽ ഏത് രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, നടപടികൾ സ്വീകരിക്കണമെന്ന് ആലോചിക്കുന്നതിനും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തത്. യോഗം പുരോഗമിക്കുകയാണ്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.